ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ കർത്താവ് തന്നതിനായി സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൈ കൊടുത്തിട്ട് അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് പറയണം, ഇന്ന് ക്ഷീണമില്ല. എന്തൊരു സന്തോഷം, ഇന്ന് ക്ഷീണമേ ഇല്ല. കണ്ട ആ മുഖം കാണുമ്പോൾ അറിയാം, ഒരു ക്ഷീണവും ഇന്ന് നമുക്കില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വേദഭാഗം ഒരാൾ വായിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വേദഭാഗം വായിക്കണം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ. അടുത്തത്, ദൈവം അത് അവന് കൊടുത്തു. കണ്ണുകളടയ്ക്കാൻ, തലകൾ വണക്കാൻ. ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്ത പിതാവേ, വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം അത് അവന് കൊടുത്തു എന്ന തിരുവെഴുത്ത് ഞങ്ങൾ വായിച്ചിരിക്കുന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യാദികളിലും ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചു മുന്നേറാൻ ദൈവം സഭയായി ഞങ്ങളെ സഹായിക്കണം. തിരുവെഴുത്തിൻ്റെ എടുത്ത ഭാഗത്തിൽ നിന്ന് ശ്രദ്ധിപ്പാൻ ഞങ്ങളുടെ കാതുകൾക്ക് ബലം പകരണം. കൃപയാൽ നിർത്തും യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. കരമൂർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം തൻ്റെ സഭ പണിതു എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. ദൈവം തൻ്റെ സഭ പണിതു. നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭ മനുഷ്യൻ്റേതല്ല, സഭ ദൈവത്തിൻ്റെതാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആമേൻ, സഭ മനുഷ്യൻ്റേതല്ല, സഭ ദൈവത്തിൻ്റെതാണ്. സഭ പണിയുന്നത് മനുഷ്യനല്ല, സഭ പണിയും ദൈവമാണ്. ഒരു ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾത്തടത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അകതാരിൽ നിന്നറിയാത്തൊരു സ്തോത്രം പുറത്തു വരും. ഹല്ലേലൂയ. വിശുദ്ധ വചനത്തിനകത്ത് കാണുന്നത്, ആമേൻ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കാട്ടത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ കൊണ്ട് അവൻ തന്റെ സഭ പണിയും. ഒരാമേൻ പറയണം എന്ന് പകല് പോരാ, ശബ്ദത്തോടെ രാമേൻ പറയണം. നാട്ടത്തിയുടെ ചുവട്ടിലായിരിക്കുന്ന നഥാനിയേലിനെ കൊണ്ട് ദൈവം തന്റെ സഭ പണിതു. എത്യോപ്യയിലെ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ഫിലോസഫറായ യോഹന്നാനെ കൊണ്ട് ദൈവം തന്റെ സഭ പണിതു. പട്ടാപ്പകൽ കയറി വന്ന ശമരിയ കാര്യത്തെ കൊണ്ട് ദൈവം തന്റെ സഭ പണിതു. അർദ്ധരാത്രി കയറി വന്ന നിക്കോദീമോസിനെ കൊണ്ട് ദൈവം തന്റെ സഭ പണിതു. വിശുദ്ധൻ എന്നറിയപ്പെട്ട നോഗയുടെ മക്കൾ ബാബേൽ പണിയാൻ പോയപ്പോൾ വിഗ്രഹാരാധി എന്ന് വിളിക്കപ്പെട്ട തേരകന്റെ മകനായ അബ്രഹാമിനെ കൊണ്ട് ദൈവം തന്റെ സഭ പണിതു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പുറംപറമ്പിൽ കിടന്ന് നമ്മെ കൊണ്ട് സഭ പണിത ദൈവത്തിന് ഒരാമേൻ പറയണം ഈ പകൽക്കാലം. സഭ മനുഷ്യന്റേതല്ല, സഭ ദൈവത്തിൻ്റെതാണ്. ദൈവം തന്റെ സഭയെ പണി. കരങ്ങളെ ഓർത്ത് കർത്താവിന്റെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവസഭയെ തടയാൻ ഒരന്ധകാരത്തിനും കഴിയത്തില്ല. വചനം പറയുന്ന വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ലോകാധിപതികൾക്കോ ഒരു ദുഷ്ടാത്മ സേനയ്ക്കോ ദൈവസഭയെ തടയാൻ കഴിയത്തില്ല. സഭയെ പണിയുന്ന ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന സന്തോഷങ്ങളുണ്ട്, വിപത്തുകളുണ്ട്. പണിയുന്നതിന് ദൈവം ചിലരെ ആണിക്കല്ലും മൂലക്കല്ലുമാക്കി പണിയും. ആരെയാണ് സഭയ്ക്ക് വേണ്ടി ദൈവം കരുതുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. ദൈവസഭയെന്ന് പറയുന്നത് ഒരു കാലത്ത്, അന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണം, ഇന്ന് വരെ ഘോരമായ പീഡനയുടെ നടുവിലായിരുന്നു ദൈവസഭ. ദൈവസഭ ഘോരമായ പീഡനയുടെ പരമ്പരയിലായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: സഭ ഒരുക്കാൻ വന്ന, വഴി ഒരുക്കാൻ വന്ന, സഭയ്ക്ക് വേണ്ടി പ്രവചിച്ച, സഭയ്ക്ക് വേണ്ടി പ്രസംഗിച്ച മരുഭൂമിയിലായിരിക്കുന്ന യോഹന്നാൻ വധിക്കപ്പെട്ടു. സ്ഥാപകൻ നമ്മുടെ ക്രിസ്തുവാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പത്രോസിനെ പിടിച്ച് തലകീഴായി ക്രൂശിച്ചു. പത്രോസ് ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ എന്നെ തലകീഴായി ക്രൂശിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവർ ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? പത്രോസ് പറഞ്ഞത്, അന്ത്യകാലമാണ്, ഇത് അവസാന സമയമാണ്. എൻ്റെ മരണത്തിൻ്റെ അനാന്തരമായ അവസാന ഈ സമയത്ത് നിങ്ങൾ എന്നെ തലകീഴായി ക്രൂശിച്ചാൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ പാദാരവിന്ദം എനിക്കൊന്ന് ചുംബിക്കാൻ കഴിയും. മരണത്തോടുകൂടി അവൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാൻ പത്രോസിനെ തലകീഴായി ക്രൂശിച്ച കാലഘട്ടം തീർന്നില്ല. പൗലോസിനെ കൊണ്ടുവന്നു. ആമേൻ. പൗലോസിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ദൈവസഭ മുടിഞ്ഞു പോയില്ല. തിരിച്ചറിയുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.
ആമേൻ. ക്രൈസ്തവ സഭയുടെ ഘോരമായ പീഡന പരമ്പരയുടെ നടുവിൽ വഴിയൊരുക്കാമെന്ന സ്നാപകൻ വധിക്കപ്പെട്ടപ്പോൾ ആമേൻ സഭ തകർന്നില്ല. സ്ഥാപകൻ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ സഭ തകർന്നില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ സഭ തകർന്നില്ല. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചപ്പോൾ സഭ തകർന്നില്ല. പൗലോസിന്റെ ശിരച്ഛേദനം ചെയ്തപ്പോൾ സഭ തകർന്നില്ല. ഗ്രഹാം സ്റ്റെയിൻസിനെ കുഞ്ഞുങ്ങളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചരിത്രം വരെയും നമുക്കറിയാം. എത്രയോ ധീരന്മാരെ കൊന്നൊടുക്കിയിട്ടും സഭ തകർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. ആമേൻ. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ, ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നവരെ ആമേൻ കൊണ്ടുവന്ന് ആമേൻ പിടിച്ചു നിർത്തിയവരുടെ കൈകൾ ബന്ധിച്ച് അവരുടെ വായ്ക്കകത്ത് പൈപ്പ് കുത്തി കടത്തി വെച്ച് ശക്തിയോട് വെള്ളം തുറന്നു വിട്ട് അവരുടെ വയറ് ആമേൻ പൊട്ടുന്ന അനുഭവത്തിൽ പിടയ്ക്കുമ്പോൾ ആമേൻ അവരെ മലർത്തി കിടത്തിയിട്ട് നീറോയുടെ പടക്കുതിരകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലുന്ന കാലഘട്ടം. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ, ദൈവത്തെ വിളിക്കുന്ന ദൈവദാസന്മാരെ കണ്ടാൽ അവരെ കൊണ്ടുവന്ന് അവരുടെ കണ്ണുകൾ ജീവനോട് നിർത്തി ചുഴഞ്ഞെടുക്കുന്ന കാലഘട്ടം. ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവ് പിടിച്ച് അറുത്തു മാറ്റുന്ന കാലഘട്ടം. പ്രാർത്ഥിക്കുന്നവരുടെ കൈകൾ വെട്ടിക്കളയുന്ന കാലഘട്ടം. ഈർഷവാളിനകത്തേക്ക് ഭക്തന്മാരെ കടത്തിവിട്ട് കൈകാല് വേറെ വേറെ അറുത്തു മാറ്റുന്ന കാലഘട്ടം. ചെറിയ കുഴിയെടുത്ത് അതിനകത്ത് ഭക്തന്മാരെ ഇറക്കി നിർത്തി നിറച്ചും ഉമിവാരിയിട്ട് എരിച്ചടക്കുന്ന കാലഘട്ടം. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ നിർത്തിയിട്ട് മെഴുകു ശീല ചുറ്റിയിട്ട് തെരുവിലൂടി പോകുന്ന കുതിരകൾക്ക് വെളിച്ചം ലഭിക്കാൻ ആരാധിക്കുന്ന ഭക്തന്മാരെ എരിച്ചടക്കുന്ന കാലഘട്ടം. ദൈവസഭ മുടിഞ്ഞു പോയിട്ടില്ല. സഭയെ വളർത്തിയ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരെ ആമേൻ പറയട്ടെ. അന്ധകാര ബന്ധനങ്ങൾ എത്രമാത്രം പ്രബലപ്പെട്ടാലും, ഇരട്ടിന്റെ വ്യാപാരം തലമുക്കിയാടിയാലും പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോടൊപ്പം വരത്തില്ല. ആരാധിക്കുന്നവർക്ക് വേണ്ടി വളർന്നു നിൽക്കുന്ന, ശക്തിയോട് നിൽക്കുന്ന, ആരാധിക്കുന്നവർക്ക് വേണ്ടി അവൻ തടസ്സമായി നിൽക്കുന്ന ഏത് മതിലുകളെ ഉടയ്ക്കുന്ന ദൈവശക്തി. ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒഴുകുന്ന യോർദാനെ ആമേൻ തിരിച്ചുവിടുന്ന ദൈവശക്തി. ആമേൻ. ആമേൻ. പാഞ്ഞു വരുന്ന കിരാതന്മാരായ ഫറവോന്റെ വാളുകൾക്ക് വിട്ടുകൊടുക്കാതെ രക്ഷിക്കുന്ന ദൈവശക്തി. ദൈവസഭയെ വളർത്തുന്ന ദൈവമാണ്. തിരിച്ചറിയുന്നവർ ആ വിശുദ്ധ കരവീർത്തി ഒരു നന്ദി പറയണം. ഇവിടെ വരെ വന്നതല്ല, ഞാൻ പറയാം, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ഏതൊക്കെയോ മേഖലകളിൽ സഭ ഉടഞ്ഞു പോകുമെന്ന് പലരും രാത്രിയും പകലും ആമേൻ ആവോളം പരിശ്രമിച്ചു. പന്തം കത്തിച്ച് രാത്രിയിൽ എത്രയോ ഭക്തന്മാരെ എരിച്ചടക്കി, എത്രയോ പേരെ ഇട്ടയാക്കി, എത്രയോ ഭക്തന്മാരെ മൃഗത്തിന് വിട്ടുകൊടുത്തു, എത്രയോ പേരെ ചീകണ്ടികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത്, എത്രയോ പേരെ വന്യജീവികൾക്ക് ഇട്ടുകൊടുത്തു, എത്രയോ പേരെ കുതിരകൾക്ക് ആമേൻ ചവിട്ടിക്കൊല്ലാൻ ഇട്ടുകൊടുത്തു. ആമേൻ. എത്രയോ പേരെ മൃഗശാലയ്ക്കകത്ത്, അറവുശാലയ്ക്കകത്ത് കഴിച്ചതുപോലെ കൊന്നൊടുക്കി. അവിടെയൊന്നും തീർന്നില്ല. ദൈവം തന്റെ സഭയെ നടത്തുകയായിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നവരെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോടൊപ്പം ആമേൻ പറയാൻ ദൈവസഭയുണ്ടോ? എന്നോടൊപ്പം ആരാധിക്കാൻ ദൈവമക്കളുണ്ടോ? ഈ പകൽക്കാലം പറ. പ്രതികൂലം വന്നപ്പോഴും വിടുവിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്. പ്രതികൂലത്തിന് നടുവിനകത്തെ സഭയ്ക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. അനുകൂലമായൊരു സാഹചര്യം മറ്റാർക്ക് കിട്ടിയാലും ദൈവസഭയ്ക്ക് കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും എതിർപ്പുകൾ ഉണ്ടാവും. ആരാധിക്കുന്നവന്റെ നേരെയുള്ള എതിർപ്പ്. തെളിവുകൾ വചനത്തിൽ ഒത്തിരി ഉണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ കാണുമ്പോൾ ചിലർക്ക് ചിന്തയുണ്ട്, അവൾ എന്താ എന്നെ കാണുമ്പോൾ മാത്രം മുഖം വീർപ്പിച്ചു പോന്നേ, അദ്ദേഹം എന്താ എന്നെ എൻ്റെ കുടുംബത്തെ കാണുമ്പോൾ മാത്രം തുപ്പുന്നത്, എൻ്റെ മക്കളെ കാണുമ്പോൾ എന്തൊക്കെയോ പരാതി പറയുന്ന പോലെ, ആമേൻ, എന്തൊക്കെയോ പ്രാപിക്കൊണ്ട് പോകുന്ന പോലെ. ശരിയാ, നീ ആരാധിക്കുന്ന ദൈവം നിന്റെ കൂടെ നിൽക്കുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. പിശാച് നിന്റെ കുടുംബത്തെ നോക്കി പലതും അപവാദം പറഞ്ഞേക്കാം. എല്ലാവരുടെ മുമ്പിൽ നിന്നെ അടച്ചാക്ഷേപിച്ചേക്കാം. നിന്നെ നോക്കുമ്പോൾ തുപ്പിയെന്ന് വന്നേക്കാം. നിന്റെ കുഞ്ഞുങ്ങളെ വഴിയിൽ വെച്ച് അപവാദം പറഞ്ഞേക്കാം. നിന്റെ കുടുംബത്തെ ഏതെങ്കിലും നില ദേശം വിട്ട് ഓടിക്കാൻ നോക്കിയേക്കാം. പക്ഷെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോട് നീ സ്തോത്രം ചെയ്തിരിക്കുക. കരുതുന്ന ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധ കരവൃത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. സന്തോഷത്തോട് ശബ്ദത്തോട് പറയണം. യോഹന്നാന് നേരിട്ട പ്രതികൂലം
ചിന്തിക്കാൻ പറ്റാത്ത പ്രതികൂലമാണ്. നമുക്കൊക്കെ ഒരു കഷ്ടതയെന്ന് പറഞ്ഞാൽ തുച്ഛമായ വില കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ പഴയ നിയമ കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് വന്ന തിക്താനുഭവം സാധാരണ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലാണ് വേദന അനുഭവപ്പെട്ടത്. പ്രാർത്ഥിക്കുന്ന യോഹന്നാനെ പിടിച്ചു യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ വളരെ ദൈവസ്നേഹിയായിരുന്നു. ഏതെല്ലാം സാഹചര്യം ചിറ പോലെ വലിയ മതിൽ പോലെ നിന്നാലും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന മുടങ്ങത്തില്ല. ആമേൻ പറയണം നിങ്ങൾ. യോഹന്നാൻ ദൈവത്തെ സ്നേഹിച്ചു. സാധാരണ നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെയൊക്കെ സ്നേഹത്തിന് വ്യത്യാസമുണ്ട്. ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്യും. പ്രതികൂലമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നത്തിന് നടുവിൽ നിലനിർത്തി നിൽക്കാൻ പറ്റാതെ നീ ഭാരപ്പെട്ടെന്ന് വരും. അവിടെയൊന്നും നിന്റെ വിശ്വാസത്തെ പിശാചിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. എന്നോട് പറഞ്ഞ ദൂതിന്റെ നിവൃത്തി ഞാൻ കാണുമെന്ന് നിനക്ക് ഉറയ്ക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക. ദൈവം അത് നിവർത്തിക്കാൻ പോകുക. ദൈവമാണ് ദൂത് പറയുന്നെങ്കിൽ, ദൈവമാണ് നിന്നോട് ആലോചന പറയുന്നെങ്കിൽ നീ അങ്ങ് വിശ്വസിക്കണം. അപ്പൊ യോഹന്നാനെ വലിയ വിശ്വാസമാണ് ദൈവത്തിന്. യോഹന്നാനുണ്ടായ വിശ്വാസം ഭയങ്കരമാണ്. പക്ഷേ പ്രതികൂലം അതുപോലെ നിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം നിന്നെ പാറ്റിക്കൊണ്ടിരിക്കുക. എന്താ അമ്മമ്മേ സ്വോത്രം പറയാൻ മടിക്കുന്നേ? മുറത്തിനകത്ത് നീ അരിയിട്ട് പാറ്റി പതിര് മാറ്റുന്നത് പോലെ സ്വർഗത്തിന്റെ മുറത്തിൽ നിന്നെ പാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നിലുള്ളതെല്ലാം മാറ്റി, ആവശ്യമില്ലാത്തെല്ലാം നീക്കി നിന്നെ നല്ലതാക്കി പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ വിശുദ്ധാരാധന ഞാൻ പറഞ്ഞാൽ എന്നോടൊപ്പം ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിലും പ്രസംഗിക്കാൻ ഭക്തൻ മറന്നില്ല. യേശുവിന്റെ വേർപാട് കണ്ണാൽ കണ്ടു. ചിന്തിക്കാൻ പറ്റാത്ത വേർപാടായിപ്പോയി. വലിയ വേർപാട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോയിട്ട് ഞാൻ വന്ന വഴിക്ക് കുമിളിയിൽ വെച്ചൊരു അപകടം കണ്ടു. നല്ലൊരു ചെറുപ്പക്കാരനാണ്. വാഹനാപകടം. പെട്ടെന്നാണ് മരിച്ചത്. ഒരു പിക്കപ്പ് വണ്ടി വന്ന് ഇടിച്ചു. അന്നേരം അവൻ മരിച്ചു. ആയൂരിനടുത്ത് ചടയമംഗലത്ത് കഴിഞ്ഞ ദിവസം ഒരു അപകടം കണ്ടു. ഒരു വണ്ടി വെട്ടിച്ചപ്പോൾ തെറിച്ച് മറിഞ്ഞു വീണു. വണ്ടി വലിയ വണ്ടിയാണ് മറിഞ്ഞത്. അതിനകത്ത് 5-6 പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ തള്ളയ്ക്ക് വിഷയമായി. തലയെല്ലാം പൊട്ടിപ്പോയി. എല്ലാവരും കൂടെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ടു. ഞാനും സതീശനും ഒക്കെ ഓടിച്ചെന്നു. നമ്മൾ വലിച്ചിടാനെ കൊണ്ട് പറ്റിയില്ല. അവർ ചെറുപ്പക്കാരിലൂടെ വലിച്ചിട്ടു. നൂത്തി ഇങ്ങോട്ട് ഇരുത്തിയപ്പോഴത്തേനും കുടത്തിൽ നിന്ന് വെള്ളം മറിയുന്ന പോലെ മൂക്കിനകത്തുനിന്ന് പടപടന്ന് രക്തം ദേഹം മൊത്തം മറിഞ്ഞു. ആ തറ മൊത്തമായി. ആംബുലൻസ് ഒന്ന് കൊണ്ടുപോയി ഞങ്ങൾ ആ വണ്ടി തിരിച്ചിടാനൊക്കെ സഹായിച്ച് അവിടെ നിന്നു. പക്ഷേ പറയട്ടെ, പിറ്റേ ദിവസം പത്രവാർത്ത വന്നു, ആ അമ്മച്ചി മാറ്റപ്പെട്ടു. ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഒത്തിരി മരണം നമ്മൾ നേരി കണ്ടിട്ടുണ്ട്. ഒത്തിരി മരണം. ഞാൻ ഒറ്റക്കല്ല് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കൂടെ പഠിച്ച ഒരു നല്ല പയ്യൻ, മുസ്ലിം പയ്യനാണ്, സുന്ദരനായ പയ്യൻ. എങ്ങനെയോ കാല് വഴുതി കല്ലടയാറ്റിൽ വീണു. സ്കൂളിലേക്ക് ഏറ്റവും സുന്ദരനവനായിരുന്നു. സ്കൂളിലെ സുന്ദരൻ മാത്രമല്ല, അവൻ ഞങ്ങളുടെ ക്ലാസ്സിലും കൂടെ. എല്ലാ ടീച്ചർമാരും വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഞുള്ളിയിട്ടാണ് പോകുന്നത്. ടീച്ചർമാർക്കും കൂട്ടുകാർക്കും എല്ലാം അവനെ ഇഷ്ടമാണ്. അവൻ്റെ മുഖത്തെ സൗന്ദര്യം അത്രമാത്രമാണ്. അവൻ്റെ വാപ്പ സ്കൂളിൽ വന്ന് പരാതി പറഞ്ഞു, ഇനി ആരും എൻ്റെ കുഞ്ഞിനെ ഞുള്ളരുത്. കാരണം ഞുള്ളി ഇവിടെ എല്ലാം അങ്ങ് ചുമന്നൊരു പരുവായി. അവൻ്റെ മുഖത്ത് നോക്കിയാൽ ആരും ഒന്ന് ഞുള്ളും. സന്തോഷം കൊണ്ടാ. അത്ര സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. 10ാം ക്ലാസ്സിലായപ്പോൾ അവൻ കാലുവഴുതി കല്ലടയാറ്റിൽ പോയി. 3ാമത്തെ ദിവസം കൂടെ പഠിച്ച സഹപാഠി ഒരു ബെഞ്ചിലിരുന്നവൻ പഴുത്തു പൊങ്ങി ബിയർ സെറ്റിൽ കിടക്കുന്നത് ഞങ്ങൾ പോയി കണ്ടു. താങ്ങാൻ പറ്റാത്ത വേദന, വേർപാട്. എൻ്റെ കൂടെ പഠിച്ചതാ. ഞങ്ങൾ തത്തമ്മേന്ന ഇരട്ടപ്പേര് വിളിക്കുന്ന ചുണ്ട് ചുമന്നിരിക്കുന്ന ഒരു പെങ്കൊച്ച്. എന്തോ പ്രശ്നമൊന്നും അറിയത്തില്ല. രാവിലെ സ്കൂളിൽ പോകാൻ ഞങ്ങൾ നടന്ന് കുറുക്ക് വഴി പോകുമ്പോൾ കണ്ടു, വീട്ടിനകത്ത് ഒരു സാരിക്കകത്ത് ആമേൻ അവൾ തൂങ്ങിക്കിടക്കുന്നു. കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ വേർപാട്. എത്രയോ മരണം നമ്മൾ കണ്ടിരിക്കുന്നു. ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. ചിന്തിക്കാൻ പറ്റാത്തവരൊക്കെ കൂട്ടുകാർ വിട്ടുപോയപ്പോഴും ദൈവം നിർത്തിയതോർത്തൊരു ആമേൻ പറഞ്ഞാട്ട്
നിന്നെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. നിന്നെ കണ്ടാൽ സൗന്ദര്യമില്ല, നിന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നത്തില്ല. പക്ഷെ ലോകത്തിൽ ആരും നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്റെ ഹൃദയം അറിയുന്നവൻ നിന്നെ മോളെ എന്ന് വിളിക്കുന്നു, നിന്നെ മോനെ എന്ന് വിളിക്കുന്നു. ഒത്തിരി നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാ നമ്മളൊക്കെ ഇന്ന് ആയുസ്സോട് ആരോഗ്യത്തോട് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അലറി ഓടിയതില്ലയോ വീട്ടിൽ നിന്ന്? ജീവിതം വേണ്ടെന്ന് നീ ചിന്തിച്ചതില്ലയോ ഒറ്റ രാത്രി? ഏതെങ്കിലും ഇച്ചിരി വിഷം കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും തിന്ന് ചത്തു കിടക്കാമായിരുന്നു ചിന്തിച്ചില്ലയോ? ക്രൂരമായി മർദ്ദിച്ചു. പ്രസംഗിക്കാനും കൊണ്ട് നമ്മുടെ സഭയിൽ നിന്ന് ഒത്തിരി ചെറുപ്പക്കാർ ചാടി പോകുന്നുണ്ട്. ആളില്ലാത്ത ഒഴിഞ്ഞ കോണിനൊക്കെ പോയി മൈക്ക് വെച്ചൊക്കെ പ്രസംഗിക്കുന്നത്, അതൊക്കെ പോരാ. ടൗണിലോട്ട് ഇറങ്ങിക്കോണം. പേടിക്കരുത്. പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ബോക്സും എടുത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അമ്മയും പപ്പയോടും പറഞ്ഞിട്ട് പോകണം, പോയിട്ട് വരാം. പക്ഷെ വന്നെങ്കിലായി ഇല്ലെങ്കിലായി. നിന്നെ നിത്യതയെ കാണാവുന്ന സന്തോഷമാണ് ഞങ്ങൾക്ക്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ദൈവങ്ങളോട് ഞാൻ പറയുന്നു, നീ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും നീ നേരിട്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരാമേൻ പറ. ഈ മൊബൈലിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു, ഞെട്ടിച്ചൊരു കാഴ്ച. ഒരു സൈക്കിളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പോവാം. ഒരു ഭ്രാന്തൻ റോഡിൽ കൂടെ നടന്നു വരുന്നു. ആ ഭ്രാന്തൻ ഒരു കല്ലിങ്ങോട്ടെടുത്ത് സൈക്കിളിൽ വന്നവൻ്റെ ചെവുക്കലിനൊറ്റയേറ് അപ്പോഴേ വീണവൻ മരിച്ചുപോയി. എന്തറിഞ്ഞിട്ടാ? ഒരൊറ്റ കല്ല് വന്നാൽ മതി നിന്റെ നേരെ. പ്രസംഗിക്കുന്ന നീ തിരിച്ചു വരത്തില്ല. മക്കളെ, പേടിക്കരുത്. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കണമെങ്കിൽ കൊടുത്തോണം. അപ്പന്മാർ ഞങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. തങ്കച്ചാനൊക്കെ പണ്ട് മുതലേ നമുക്ക് സ്നേഹിതരായോണ്ട് അറിയാം. തങ്കച്ചാനൊക്കെ എന്നെ കാണാൻ വന്നായിരുന്നു വെച്ചാ അത് അവിടെ വിളിച്ചിരുന്നോ? ഇല്ല. എനിക്ക് അടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാ. എന്നെ എടുത്തിട്ട് ചതച്ച് ചാറൂറ്റിക്കളഞ്ഞമാർ. ഞാൻ 2 കൈ ഇങ്ങനെ നെഞ്ചത്തോട്ട് ഇങ്ങനെ പിടിച്ചു. നെഞ്ചത്തിടി വാങ്ങിക്കണ്ട. അപ്പൻ 1-2 കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നെഞ്ച് കൊടുക്കല്ലടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നെഞ്ച് കൊടുത്തില്ല. ഭയങ്കര ഇടി. അവന്മാരെല്ലാം കൊണ്ടുവന്ന് ഇടിച്ച് ഒത്തിരി ഇടിച്ചിട്ടവന്മാർ എല്ലാം കൂടെ പോയി. അപ്പോൾ അവിടുന്ന് വലിയ പരാതി നാട്ടിൽ ചെന്നു. എൻ്റെ വീട്ടിൽ അപ്പനെ വിളിച്ച് പറഞ്ഞു, അച്ചായ, നിങ്ങളുടെ ഇളയ മോനെ കൊല്ലത്തിട്ട് ആൾക്കാരെല്ലാം കൂടെ അടിച്ച് ശരിയാക്കിയെന്ന് പറഞ്ഞു. അപ്പൻ ചോദിച്ചു, അവൻ എത്ര പേരെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പനറിയാം ഞാനൊന്നും അടി കൊള്ളത്തില്ലെന്ന് അറിയാം. പക്ഷേ അപ്പന് തെറ്റ് പറ്റി. കാരണം ഞാൻ ബൈബിള് നിമിത്തം അടി കൊണ്ടതാണ്. ബൈബിള് ആയിട്ട് ബന്ധമില്ലെങ്കിൽ ഞങ്ങളെ അടിക്കത്തില്ല. അടിക്കും. നിങ്ങൾ എത്ര വേണേലും അടിക്കും. നിങ്ങൾ അടിച്ചടിച്ച് നിങ്ങൾ ക്ഷീണിക്കുന്നതല്ലാതെ ഞങ്ങൾ അടി കൊള്ളത്തില്ല. ഞങ്ങളിവിടൊക്കെ കാണും. പക്ഷേ അപ്പം പറഞ്ഞു, അവൻ അടിച്ചു കാണും ആൾക്കാർ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം. എന്താണ്ടേ എൻ്റെ എതിരെ നിന്ന പാർട്ടി ഒരു കളരി ആശാനാണ്. കളരി ആശാനോട് ഞാൻ പറഞ്ഞു, കെട്ടട കൈ എന്ന് പറഞ്ഞു. പുള്ളിയും ഇങ്ങനെ കൈയിട്ടു നെഞ്ചത്ത്. പുള്ളിയുടെ ചെള്ളയൊക്കെ ഇടിച്ച് കീറിക്കളഞ്ഞു. ഞാൻ 1.5 മാസം മുമ്പേ വെളിപ്പാട് കണ്ടു. കൂട്ടത്തോട് വന്ന് എന്നെ തല്ലും. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഓടി പിള്ളേരെ കൊണ്ട് രക്ഷപ്പെട്ടോണം. ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ കൃത്യം നടക്കുന്നുണ്ട്. എലിസബത്തിനറിയാം. അവൾ അനുസരിക്കുന്ന പെണ്ണ. അവൾ പിള്ളേരെ പറക്കി അടുക്കള അവൾ ഇറങ്ങി. ഞാൻ ശ്വാസമില്ലാതെ കിടന്നപ്പം വന്ന് അച്ചായാലും പറഞ്ഞ അനുസരിക്കുന്ന പെണ്ണിനെ നമ്മൾ കെട്ടിയത്. 8 വർഷം മക്കളില്ലാതെ നമ്മുടെ ഫിലിപ്പ് പാസ്റ്റർ ഭാര്യയായിട്ട് വന്നു. അദ്ദേഹത്തെ എടുത്തിട്ട് ഇടിച്ചവന്മാർ. ഞങ്ങളെ 2 പേരെയും തീർത്ത് പിടിച്ചു. ഫിലിപ്പ് പാസ്റ്ററിൻ്റെ ഭാര്യ ചാടി ഇറങ്ങി എൻ്റെ അച്ചായാന്ന് പറഞ്ഞു എന്നു അവരുടെ ചെവുക്കലടിച്ച് പൊട്ടിച്ച് ചോരയായി. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ മുമ്പേ പറഞ്ഞു, നിന്നെ അവന്മാർ അടിച്ചു നോക്കും, നീ വന്ന് കയറരുത്. നിനക്ക് അടി കൊള്ളണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. ജെർണേഷറിനെ എടുത്തോണ്ട് ഓടിക്കണം. അവന്മാരെ എടുത്തോണ്ട് അവൾ ഓടി. പോതിനെ എനിക്ക് കിട്ടി. എന്നാലും സഭ ദൈവം പണിതു. ഒരാമയും പറഞ്ഞാട്ടെ. അടിച്ചങ്ങ് കൊന്നാലും ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഇതിനു വേണ്ടി ചാവാൻ ഇറങ്ങിയവരാ ഞങ്ങൾ. ഒരാമയും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മരണം ഞങ്ങൾക്ക് വിഷയമല്ല. എന്നായാലും മരിച്ചേ പറ്റത്തുള്ളൂ. അത് ക്രിസ്തുവിന് വേണ്ടിയായാൽ അത്ര നന്ന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോ യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു, വാർപാട് കണ്ടു.
ഉള്ളു തകർന്നു നിൽക്കുക. ഇപ്പൊ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ചു വന്ന മിശിഹ രാജാതിരാജാവായി വരും. അപ്പോ പ്രസംഗിച്ച യോഹന്നാനെ കിരാതന്മാരാ പിടിച്ച, ശക്തന്മാര് കരുത്തന്മാര് പിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ആമേൻ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വലിയ വാർപ്പെടുത്ത് വെച്ച് എണ്ണ നിറച്ചു പൊടിച്ച് അതിനകത്ത് തിളപ്പിച്ച എണ്ണയിലോട്ടിട്ടു. വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാൻ വീണു. ഒരു വലിയ അടപ്പെടുത്ത് മൂടിയെടുത്ത് അടച്ചു വെച്ചു. അല്പസമയം കഴിഞ്ഞ് അവർ തുറന്നു നോക്കിയപ്പോൾ പച്ചവെള്ളത്തിൽ നീന്തുന്നത് പോലെ തിളച്ചെണ്ണ യോഹന്നാൻ നീന്തിയെന്ന് ചരിത്രം പറയുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, വചനം പഠിച്ച ഞങ്ങൾക്കറിയാം, ദൈവദാസന്മാർക്കറിയാം, ഏതെല്ലാം തിളച്ച എണ്ണ നിന്റെ നേരെ വന്നാലും ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. നിന്നെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നീ വീഴുന്ന എണ്ണ നിനക്ക് വെള്ളമാക്കി തരുന്ന ലാഘവം ദൈവം ചെയ്യും. വിശ്വാസത്തോട് ആമേൻ പറഞ്ഞു. നിന്റെ മുമ്പിൽ വെട്ടിത്തിളയ്ക്കുന്ന എണ്ണ പച്ചവെള്ളമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് യോഹന്നാനെ നാടുകടത്താൻ ഡൊമിനീഷ്യൻ കൈസർ ഓർഡർ ഇട്ടു. എവിടേക്കാണ് നാട് കടത്തേണ്ടത്? പട്മോസിലേക്ക് വിടാൻ പറഞ്ഞു. പട്മോസ് എവിടെയാണ്? ഏഷ്യ മൈനറിൽ, ചിറ്റാസിയോയ്ക്ക് പടിഞ്ഞാറ്, ഈജിൻ കടലിന് ഇടുക്കിൽ നിന്ന് എഫസോസിൽ നിന്ന് 30ഓളം മൈൽ ദൂരിട്ട് നിൽക്കുന്ന മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ പട്മോസ്. ജനവാസയോഗ്യമില്ലാത്ത സ്ഥലം, ചതുപ്പ് പിടിച്ച നിലമെന്നറിയപ്പെടുന്ന സ്ഥലം, ആയിരക്കണക്കിന് മുതലകൾ വന്ന് കൂട്ടം കൂടി മാംസത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന സ്ഥലം, നൂറുകണക്കിന് ചീങ്കണികൾ വന്നടിയുന്ന സ്ഥലം, ആമൻ കഴുകന്മാര് വട്ടമിട്ട് പറന്ന് പർവ്വത നിരകളിൽ പാറക്കെട്ടുകളിൽ വരുന്ന ദുർഗന്ധം വമിക്കുന്ന മാംസത്തെ കൊത്തി തിന്നാൻ പറക്കുന്ന പട്മോസിലേക്ക് പ്രാർത്ഥിക്കുന്ന ഭക്തനെ നാടുകടത്തിയപ്പോൾ ആമൻ ആ പടകിനകത്ത് ദ്വാരങ്ങളിട്ട് പടക് വെള്ളം കയറി മുങ്ങുമെന്ന് ചിന്തിച്ചു. എന്നാൽ വെള്ളം കയറി മുങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. ആരൊക്കെ നിനക്കെതിരായി ചുഷിരങ്ങൾ ഇട്ടാലും അത് സകലതും അടച്ചിട്ട് നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോടൊപ്പം വിശ്വസിച്ച് എത്ര പേര് ആമേൻ പറയൂ? ഏതെല്ലാം പ്രതികൂലം നിനക്കെതിരെ വന്നാലും നിന്റെ പടക് താണുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലേ? ഇല്ല. പട്മോസിൽ യോഹന്നാൻ ചെന്നു. അവിടെ കാണുന്നു, കണ്ണു തുറന്നു നോക്കിയപ്പോൾ കത്തി നിൽക്കുന്ന 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഉലയിൽ ചുട്ടുപിടിപ്പിച്ച കാലുള്ളവനായി, തലയും തലമുടിയും വെള്ളോടിന് സദൃശ്യം, അവൻ വെളുത്ത പഞ്ഞിക്ക് സമമായുള്ളവൻ, അഗ്നിജാലക്കൊത്തുള്ള കണ്ണുള്ളവൻ, പെരുവെള്ളത്തിനിരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, അവന്റെ വായിൽ നിന്ന് ഇരുവാട്ടിലുള്ള വാള് പുറപ്പെടുന്നു. അവൻ യോഹന്നാനെ വിളിച്ചു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തെ ജയിച്ചവൻ പട്മോസിന്റെ പാറക്കെട്ടുകളുടെ നടുവിൽ ആമേൻ മുതലകൾ കണ്ടാ കാണാത്ത ഒരു ദൈവ സാന്നിധ്യം, ഇതുവരെ ചീങ്കണ്ണികൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭ, ഇതുവരെ കഴുകന്മാർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു വെട്ടി വെളിച്ചം, ആമേൻ ഇതുവരെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ തേജോമനായ ഒരുവൻ പട്മോസിന്റെ ഏകാന്തതയിൽ തന്റെ ദാസൻ വരുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നല്ലോ. ഈ പകൽക്കാല കട്ടതയോടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, അവ കട്ടതയുടെ പടകാണ് നിന്റെ മുൻപിലെങ്കിൽ, പ്രതികൂലത്തിന്റെ തിരമലയാണ് നിന്റെ മുമ്പിലെങ്കിൽ, ചിറ്റാസിയ കടലോ, ഈജിൻ കടലോ, മെഡിറ്ററേനിയൻ കടലോ, പട്മോസ് കടലോ നിന്നെ മുക്കിക്കളയത്തില്ല. വിടുവിപ്പാൻ കഴിവുള്ളവൻ നിനക്ക് വേണ്ടി പട്മോസിലുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ വരവ് കാത്തിരുന്ന ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ആരാധന പുരുഷനായ ജീവനുള്ള ദൈവമാണ്. എത്ര പേര് ദൈവത്തിന് പകൽക്കാലം നന്ദി പറയും? പ്രാർത്ഥിക്കുന്ന നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കട്ടത കണ്ട് നീ പതറിപ്പോകരുത്. നിന്റെ മുമ്പിലുള്ള കടൽ കണ്ട് നീ പ്രതികൂലമായി ഭാരപ്പെടരുത്. നിന്റെ മുമ്പിലുള്ള വിഷയങ്ങൾ വലുതായി നീ കാണരുത്. നിന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വരുന്നത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. നമ്മുടെ ഈ ചെറിയ ബാധ്യതയുടെ നടുവിലൊക്കെ നമ്മുടെ യാത്ര ഇനി തിരിച്ചു വരത്തുള്ള യാത്രയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറി വിടാം.
നീ വരുന്നത് നോക്കി അപ്പുറത്ത് ദൈവം നിപ്പുണ്ട്. നിന്റെ മുമ്പിൽ വരുന്ന തിരമാല കണ്ട് നീ പേടിക്കരുത്. നിന്റെ മുമ്പിൽ വരുന്ന പ്രതികൂലം കണ്ട് നീ ഭയക്കരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് കുഞ്ഞെ. മാതാവേ, ഈ വിശുദ്ധാരാധന നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ പരിഹരിക്കുവാൻ, ലഘൂകരിക്കുവാൻ കഴിവുള്ള ഒരുവരെ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ്. വിശ്വാസത്തോടെ രാമേൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ദൈവം ശക്തനാണ്. പട്മോസ് ദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. പട്മോസ് ദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നിടും. മാർഗദർശനത്താൽ വിവശനായി തീരും ഞാൻ. മാർഗദർശനത്താൽ വിവശനായി തീരും ഞാൻ. നാളെയെ കൊണ്ടൻ മനസ്സ് ലേശം ഭാരമില്ല. നാളെയെ കൊണ്ട് ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഒരിക്കൽ കൂടെ, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം. ഹല്ലേലൂയ. കണ്ണുകടയ്ക്കാം, തലകൾ വണക്കാം. ഓരോ ദിവസവും നിന്നെ കരുതുവാൻ ഒരാണിപ്പഴുതേറ്റ കരം നിനക്ക് വേണ്ടിയുണ്ട്. നീ പറഞ്ഞില്ലേ, ഇന്നലെ വരെ ആരുമില്ല, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല എന്ന്. ഇല്ല, നിന്നെ കരുതുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, പ്രത്യാശ വെക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ നമ്മെ കരുതുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അല്പസ്വല്പം ഭാരങ്ങൾ കഴിയുന്നില്ലെന്ന് നീ പറയുന്നില്ലേ? അല്പസ്വല്പം വേദന കൊണ്ട് നീ ഞെടുവേർപ്പെടുകയല്ലേ? ഇനി എങ്ങനെ മുൻപോട്ട് നീങ്ങും? ഒരു നിമിഷം ഞാൻ എങ്ങനെ നീങ്ങും? ആരെന്നെ സഹായിക്കും? എൻ്റെ വഴി എവിടെയാണ് പര്യവസാനം? ഇനി എനിക്ക് മുൻപോട്ടൊരു പ്രയാണമുണ്ടോ ജീവിതത്തിൽ? ഞാൻ ഇനി എൻ്റെ ആഗ്രഹത്തെ സഫലമാക്കാൻ കഴിയുമോ? എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരുമോ എന്നൊക്കെ നീ രാത്രിയിലും പകലുമൊക്കെ ഭാരപ്പെട്ട് നടക്കുമ്പോൾ ഈ വിശുദ്ധാരാധന നിന്നെ കൊണ്ടുവന്ന ദൈവം നിന്നോട് സംസാരിക്കുന്നു. തിരമാല എത്ര പൊങ്ങി വന്നാലും, നിന്റെ പടകിനകത്ത് ആരെല്ലാം ദ്വാരങ്ങളിട്ടാലും, ചുശിരംഗാമേനിട്ട് വെള്ളം കയറി നീ മുങ്ങുമെന്ന് പറഞ്ഞാലും, മാമേൻ മൂതലകട നടുവിലേക്ക് നിന്നെ വിട്ടുകൊടുത്താലും, ചീങ്കണികൾ നിന്നെ കൊത്തിപ്പറിക്കുമെന്ന് കാത്തിരുന്നാലും, കഴുകന്മാരുടെ കരത്തിൽ നീ അമരപ്പെടുമെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞാലും, വിട്ടുകൊടുക്കാതെ നിനക്ക് മുൻപേ വന്ന, ആരും നിന്നെ തൊടാതെ പട്മോസിൽ കരുതിയ യോഹന്നാനെ പോലെ, യോഹന്നാന് വേണ്ടി ദൈവം ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി നിന്റെ മുൻപേ ദൈവമുണ്ടെന്ന് നീ വിശ്വസിച്ച് മടങ്ങുവാൻ ഒരു കൃപ ദൈവം നിനക്ക് നൽകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചെയ്ത ഉപകാരങ്ങൾ വലുതാണ്, നടത്തിയ വഴികൾ വലുതാണ്, നിർത്തിയ വിധങ്ങൾ വലുതാണ്, ദൈവം ചെയ്ത പ്രത്യേകത വലുതാണ്. ദൈവത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.